ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സിന്റെ എക്സർസൈസ് 1.2 ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ: പ്രൂവ് ദാറ്റ് റൂട്ട് 5 ഈസ് ഇറാഷണൽ. നമ്മൾ നേരത്തെ റൂട്ട് 3യും റൂട്ട് 2വും ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ആ സെയിം മെത്തേഡിൽ തന്നെയാണ് റൂട്ട് 5ഉം ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? റൂട്ട് 5 ഈസ് റാഷണൽ എന്നും പറഞ്ഞെടുക്കും അല്ലേ? പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡിൽ റൂട്ട് 5 ഈസ് റാഷണൽ എന്നെടുക്കും. അപ്പൊ റാഷണൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? P/Q ഫോമിൽ എഴുതാം. Q നോട്ട് ഈക്വൽ ടു 0. ഇവിടെ ഞാൻ റൂട്ട് 5നെ ഒരു R/S എന്നെടുക്കുന്നു. റൂട്ട് 5 ഈക്വൽ ടു R/S എന്നെടുക്കുന്നു. വേർ S നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഈ R/Sന്റെ സിംപ്ലസ്റ്റ് ഫോം ആക്കി എഴുതാൻ വേണ്ടിയിട്ട് ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ആറിനെയും ടിയെയും ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഞാൻ ടി എടുക്കുന്നു എന്ന് വിചാരിക്കുക. നമുക്ക് കിട്ടുന്ന ആൻസർ A/B ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ കിട്ടുന്ന A/B എന്ന് പറയുന്നത് R/Sന്റെ സിംപ്ലസ്റ്റ് ഫോം ആണ് അല്ലേ? അപ്പം ഈ എക്കും ബിക്കും കോമൺ ഫാക്ടർ ആയിട്ട് വേറെ നമ്പേഴ്സ് ഒന്നും വരാൻ പാടില്ല, 1 മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സിന് നമ്മളൊരു പേര് പറയും. എന്താണ്? കോപ്രൈം അല്ലേ? അപ്പൊ നമുക്ക് എയും ബിയും കോപ്രൈം ആണെന്ന് കിട്ടും അല്ലേ? അവിടുന്ന് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അത്രയുമാണ്. റൂട്ട് 5നെ റാഷണൽ നമ്പേഴ്സ് ആയ R/S ഫോമിൽ എഴുതുന്നു. അവിടുന്ന് നമുക്കൊരു സിംപ്ലസ്റ്റ് ഫോം A/B എന്ന് കിട്ടും. A/B എന്ന് പറയുന്നത് കോപ്രൈം ആണ്. അതായത് 1 മാത്രമേ കോമൺ ഫാക്ടർ വരത്തുള്ളൂ. ഇത്രയും നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. Let us assume to the contrary that root 5 is rational. So we can find integers R and S not equal to 0 such that root 5 equal to R/S. Suppose R and S have a common factor other than 1. Then we divide by the common factor to get root 5 is equal to A/B, where A and B are coprime and B not equal to 0. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബിയെ റൂട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 5 ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു എ എന്ന് കിട്ടും. റൂട്ട് 2 റൂട്ട് 3 ഇറാഷണൽ ആണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് തനിയെ ചെയ്യാം. ആ സെയിം മെത്തേഡ് നമ്പേഴ്സ് മാത്രം റൂട്ട് 3ക്ക് പകരം റൂട്ട് 5 ആകുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഒരെണ്ണം പഠിച്ചാൽ ഇപ്പൊ റൂട്ട് 2 പഠിച്ചു കഴിഞ്ഞാൽ റൂട്ട് 3യും റൂട്ട് 5ഉം നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം എന്താണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയറിങ് ചെയ്യുന്നു അല്ലേ? സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്.
എന്ത് കിട്ടും? റൂട്ട് 5 ഇൻറ്റു ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. ഇനി റൂട്ട് 5ന്റെ സ്ക്വയർ എന്ത് വരും? റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5. റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 എന്ന് പറഞ്ഞാൽ റൂട്ട് 25. ദാറ്റ് ഈസ് 5. 5b സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. 5b സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എ സ്ക്വയറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? എ സ്ക്വയറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഡിവൈഡ്സ് എ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു തിയറം പഠിച്ചായിരുന്നു, തിയറം 1.2 അല്ലേ? എന്തായിരുന്നു തിയറം പറഞ്ഞേക്കുന്നത്? 5 ഡിവൈഡ്സ് എ സ്ക്വയർ ആണെങ്കിൽ 5 ഡിവൈഡ്സ് എ. എന്ത് കാരണത്താലാണ് നമ്മൾ ഇങ്ങനെ എഴുതിയേ? ബൈ തിയറം 1.2. തിയറം എന്താ പറഞ്ഞേക്കുന്നത്? ലെറ്റ് പി ബി എ പ്രൈം നമ്പർ. പി ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ എന്താണ്? ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ then പി ഡിവൈഡ്സ് എ, where a is any positive integer. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം എ സ്ക്വയറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എയെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് ഒരു നമ്പർ കിട്ടുമല്ലോ. ഞാൻ അതിനെ സി എന്ന് എടുത്തു. ഓക്കെ, ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി ഇതിനെ നമുക്ക് ഇങ്ങോട്ടൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? എ ഈസ് ഈക്വൽ ടു 5c, വേർ c ഈസ് എനി പോസിറ്റീവ് ഇൻറ്റിജർ. ഇത്രയും കിട്ടിയല്ലോ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇനിയും സ്ക്വയറിങ് ചെയ്യാം. ഓക്കെ, എ ഈക്വൽ ടു 5c എന്ന് കിട്ടി അല്ലേ? ഇതിനെ നമുക്ക് സ്ക്വയറിങ് ചെയ്യാം. സ്ക്വയറിങ് ചെയ്യുമ്പോൾ എന്ത് വരും? സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ് എന്ത് കിട്ടും? എ സ്ക്വയർ ഈക്വൽ ടു 5c ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് എ സ്ക്വയർ ഈക്വൽ ടു 25c സ്ക്വയർ. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? 5b സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ സ്ക്വയർ ഈക്വൽ ടു 25c സ്ക്വയർ. രണ്ടിടത്തും എ സ്ക്വയർ ഉണ്ട്, ഈക്വൽ ആണ് അല്ലേ? അപ്പൊ ഇത് രണ്ടും നമുക്ക് ഈക്വൽ ആണെന്ന് എഴുതാമല്ലോ. അപ്പൊ എങ്ങനെ എഴുതണം? സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 1 അല്ലേ? അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 25c സ്ക്വയർ ഈക്വൽ ടു 5b സ്ക്വയർ. ഇവിടുന്ന് 25ഉം ഈ 5ഉം കൂടി ക്യാൻസൽ ചെയ്യാം അല്ലേ? അപ്പൊ എന്ത് കിട്ടും? 5c സ്ക്വയർ ഈക്വൽ ടു b സ്ക്വയർ. ഓക്കെ, 5c സ്ക്വയർ ഈക്വൽ ടു b സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഈ b സ്ക്വയറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പൊ എന്തെഴുതാം? 5 ഡിവൈഡ്സ് b സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിയറം വെച്ചിട്ട് എങ്ങനെ എഴുതാം? 5 ഡിവൈഡ്സ് b ബൈ തിയറം 1.2. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെയായിരുന്നു? എ സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ബി സ്ക്വയറിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? എക്ക് ഒരു കോമൺ ഫാക്ടർ ഉണ്ട് 5, ബിക്ക് എന്തുണ്ട്? കോമൺ ഫാക്ടർ 5 ഉണ്ട്. ഇത് നമ്മൾ എടുത്തത് തെറ്റല്ലേ? നമ്മൾ ആദ്യം എടുത്തത് എന്തായിരുന്നു? എയും ബിയും എന്തായിരുന്നു? കോപ്രൈം ആയിരുന്നു അല്ലേ? കോപ്രൈം ആണെങ്കിൽ നമുക്ക് ഫാക്ടർ, കോമൺ ഫാക്ടർ എന്താവാൻ മാത്രമേ പാടുള്ളൂ?
1 ആവാൻ മാത്രമേ പാടുള്ളൂ അല്ലെ? 1 ആവാൻ മാത്രമേ പാടുള്ളൂ. ഇവിടെ നമുക്ക് എക്കും ബിക്കും കോമൺ ഫാക്ടർ എന്ത് കിട്ടി? 5 കിട്ടി അല്ലെ? അപ്പൊ നമ്മൾ എടുത്ത അസംഷൻ തെറ്റാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇതിന് ഒരു ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രം 1 and 2 5 is the common factor of A and B. മനസ്സിലായില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനകത്ത് നമുക്ക് 5 ഡിവൈഡ്സ് എ സ്ക്വയർ എന്നും അങ്ങനെയാണെങ്കിൽ 5 ഡിവൈഡ്സ് ബി എന്നും കിട്ടി. സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് 5 ഡിവൈഡ്സ് ബി സ്ക്വയർ അങ്ങനെയാണെങ്കിൽ 5 ഡിവൈഡ്സ് ബി എന്ന് കിട്ടി. അപ്പൊ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 ഈസ് ദ കോമൺ ഫാക്ടർ ഓഫ് എ ആൻഡ് ബി. നമ്മൾ തുടക്കത്തിൽ എങ്ങനെയാണ് എടുത്തത്? എയും ബിയും കോപ്രൈം ആണ്. കോപ്രൈം എന്ന് പറഞ്ഞാൽ അവയുടെ കോമൺ ഫാക്ടർ എപ്പോഴും 1 ആവാൻ മാത്രമേ പാടുള്ളൂ. ഇവിടെ നമുക്ക് ചെയ്തു വന്നപ്പം 5 ഒരു നമ്പർ അല്ലെ? 5 എന്ന് പറയുന്ന നമ്പറും എയുടെയും ബിയുടെയും എന്തായിട്ട് കിട്ടി? കോമൺ ഫാക്ടർ ആയിട്ട് കിട്ടി. അപ്പൊ എന്താണ്? നമ്മുടെ അസംഷൻ തെറ്റാണ്, നമ്മൾ എടുത്തത് റോങ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്തെഴുതാം? ദിസ് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് A and B are coprime. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? our assumption is wrong അല്ലേ? So √5 is irrational. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.